യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. ഇനി കായ്ക്കാത്ത കൊമ്പുകളെ അവൻ മുറിച്ചു കളയും, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കും. നമ്മളിൽ ചിലരെങ്കിലും ഒരിക്കലെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്? ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ടും എന്തുകൊണ്ടായിരിക്കും കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ രോഗം കടന്നു വന്നത്, ഈ പ്രയാസം കടന്നു വന്നത്, ഈ അപകടം കടന്നു വന്നത്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടുപ്പാക്കും. നമുക്കറിയാം, ഒരു ശില്പത്തെ ഉണ്ടാക്കാൻ വെറും ഒരു കല്ലിനെ ഇങ്ങനെ ചെത്തി വെടുപ്പാക്കിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ശില്പമായി അത് മാറത്തുള്ളൂ. ഇതേപോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്തേണ്ടതിന് ചില പ്രയാസത്തിലൂടെയും ചില വേദനയിലൂടെ ഒക്കെ ഒരു പക്ഷെ കടത്തിക്കൊണ്ട് പോവായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ തകർക്കുവാനല്ല, അത് ദൈവം ആഗ്രഹിക്കുന്ന തക്കവണ്ണം ഫലം കായ്ക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായി മാറുവാൻ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങളൊന്നും നമ്മളെ തകർക്കുവാനല്ല, അവൻ നമ്മളെ പണിയുവാനാണ്. കർത്താവ് പറയുന്നു, ഈ പ്രയാസത്തിലൊന്നും നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ പറയാണ്, നമ്മുടെ തലയിലെ ഓരോ മുടി പോലും അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ അതിലൊന്നുപോലും കൊഴിഞ്ഞു പോകത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയും. ദാവീദ് ഒരിക്കൽ പറയുന്നു, കർത്താവേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും അവിടെ നിന്റെ കരം എന്നെ നടത്തും. അതെ, നമ്മൾ എവിടെയായിരുന്നാലും നമ്മളറിയാതെ ദൈവം നമ്മളെ കാക്കുന്നു, നമ്മളെ കരുതുന്നു, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. എല്ലാ പ്രയാസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചുകൊള്ളുക, അവൻ നമ്മളെ ബലപ്പെടുത്തും. ഗോഡ് ബ്ലസ് യു ഓൾ.